ധീമഹിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 148ാമത്തെ നാമമാണ് വിശദീകരിക്കാൻ ഉദ്യമിക്കുന്നത്. നിത്യശുദ്ധ എന്ന് പറയുന്ന നാമം. നിത്യശുദ്ധ. ഓം നിത്യശുദ്ധായൈ നമഃ. ഓം നിത്യശുദ്ധായൈ നമഃ. ഓം നിത്യശുദ്ധായൈ നമഃ എന്നിങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്താണ് ഈ നിത്യശുദ്ധ എന്ന് പറയുന്നത്? ത്രികാലങ്ങളിലും ശുദ്ധയായവൾ. എന്താണ് ഈ ശുദ്ധങ്ങളും അശുദ്ധങ്ങളുമായ കാര്യങ്ങൾ? ശരിക്കും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. ശുദ്ധി അശുദ്ധി എന്ന് പറഞ്ഞൊരെണ്ണം ഇല്ല. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ശരീരികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഈ ശുദ്ധാശുദ്ധങ്ങളൊക്കെ. ശുദ്ധി അശുദ്ധി, അമ്പലത്തിൽ പോകുമ്പോൾ ശുദ്ധി വേണം എന്ന് പറയുന്നത്. ഏറ്റവും ശാരീരിക ശുദ്ധി മാത്രം പോരാ, മനസ്സും പപുസ്സും ശുദ്ധമായിരിക്കണം എന്ന് പറയും. നമ്മൾ വെറുതെ കുളിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ പല്ല് തേച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ശൗച പ്രക്രിയ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സും ശുദ്ധമാവണം എന്ന് പറയും. അപ്പം നമ്മൾ ശരീരമുള്ളവർക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഈ ശുദ്ധാശുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ത്രികാലങ്ങളിലും ശുദ്ധിയായിട്ടുള്ളവൾ അല്ലെങ്കിൽ ശുദ്ധയായിട്ടുള്ളവളാണ് ദേവി എന്നർത്ഥം. കാരണം ദേവിക്ക് കളങ്കം, അതായത് ദേഹാദികൾക്ക് അതീതമായ ശുദ്ധചേതനാ തത്വമാർന്നവളാണ് ദേവി എന്നർത്ഥം. ദേഹാദികൾക്ക് അതീതമായിട്ടുള്ള ശുദ്ധചേതനാ തത്വമാർന്നവളാണ് ദേവി എന്നർത്ഥം. ശുദ്ധചേതനാ തത്വം ഉള്ളവളാണ് ദേവി എന്നർത്ഥം. ദേഹത്തിന് അതീതമായിട്ടുള്ള ദേവി അവയ്ക്കൊക്കെ ഉപരിയാണ്. ദേവി അതിനൊക്കെ വളരെ ഷീസ് ഫാർ എബവ് ഈ നമ്മുടെ ഈ പ്യൂരിറ്റി ഓഫ് യുവർ മൈൻഡ് ആൻഡ് ബോഡി. ഇറ്റ്സ് നോട്ട് she's much above all those things, all those concepts എന്നതാണ്. കളങ്കസ്പർശമേൽക്കാത്ത ദേവി അവയ്ക്കുപരിയാണ് എന്നർത്ഥം. നിത്യശുദ്ധയാണ് എന്നർത്ഥം. അത്യന്ത മലിനോ ദേഹോ ദേഹി ചാത്യന്ത നിർമ്മല എന്ന് പറയും. മാലിന്യം ശരീരത്തിനാണ്, ചൈതന്യത്തിനല്ല എന്നർത്ഥം. ശരീരത്തെ മലിനപ്പെടുത്താൻ പറ്റും, പക്ഷെ ചൈതന്യത്തെ മലിനപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത്യന്ത മലിനോ ദേഹോ ദേഹീചാത്യന്ത നിർമ്മല എന്ന് പറയുന്നത്. അപ്പം ദേഹത്തിന് ആണ് മാലിന്യം, അഴുക്ക്, കുളിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പല്ല് തേക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ശൗചാനുഷ്ഠാനങ്ങൾ ചെയ്യാത്തത് കൊണ്ടോ ഒക്കെ ശരീരത്തിന് മാലിന്യം ഉണ്ടാവും, ദുർഗന്ധം ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് കാണുന്നവർക്കോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ശരീരവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്കോ ഒക്കെ തന്നെ ഒരു വല്ലാത്ത അപ്രീതിയും വെറുപ്പുമൊക്കെ ഉണ്ടാകും. അതായത് എന്താ പറയുക, ആ ശരീരത്തിൻ്റെ മാലിന്യം കൊണ്ട്. പക്ഷെ ചൈതന്യത്തിന് ഒരിക്കലും മാലിന്യം ഏൽക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ വെറുതെ ശരീരം മാത്രം മലിനമല്ലാതെ ഇരിക്കാൻ വേണ്ടി സോപ്പൊക്കെ ഇട്ട് കുളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ ആത്മചൈതന്യം, അതിന് മാലിന്യം ഏൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ചൈതന്യത്തിനില്ല. അപ്പോൾ നിത്യശുദ്ധയായിട്ടുള്ള ദേവിക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങളൊന്നും ഏൽക്കുകയില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ദേഹാദികൾക്ക് അതീതമായിട്ടുള്ള ശുദ്ധചേതനാ തത്വമാർന്നവളാണ്, നിത്യശുദ്ധയാണ് ദേവി എന്നർത്ഥം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ നാമങ്ങളുടെ കൂട്ടത്തിൽ 145, 146, 147, 148, 148ാമത്തെ നാമവും ഇനി വരാൻ പോകുന്ന ചില നാമങ്ങളും ഒക്കെ തന്നെ നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീര മാനസിക ശുദ്ധിക്കും അല്ലെങ്കിൽ നമ്മുടെ ചേഷ്ടകളൊക്കെ മാറിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ രാഗദ്വേഷാദി വികാരങ്ങളൊന്നും നമ്മളെ ശല്യപ്പെടുത്താത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആധ്യാത്മിക പ്രയാണത്തിന് അനുഗുണമായിട്ടുള്ള മാനസികാവസ്ഥ കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ 148 ഉൾപ്പെടെയുള്ള നാമങ്ങൾ നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓം നിത്യശുദ്ധായ നമഃ എന്നാണ് അത് മന്ത്രരൂപത്തിൽ നമ്മൾ പറയുമ്പോൾ പറയേണ്ടത്. അപ്പോൾ നിത്യശുദ്ധ എന്ന് പറയുന്ന ഈ നാമത്തിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് കടന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിലൂടെ മതിയാക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നിത്യബുദ്ധ എന്ന് പറയുന്ന 149ാമത്തെ നാമത്തിൻ്റെ വിശദീകരണവുമായിട്ട് നമുക്ക് വീണ്ടും ആ എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.